ഹായ് ഗൈസ്, പത്തനംതിട്ട സീരിയലിൻ്റെ അപ്കമിങ് എപ്പിസോഡിലെ ഒരു പ്രധാന ഭാഗമാണ് പറയാൻ പോകുന്നത്. അനിയുടെയും അനാമികയുടെയും വിവാഹമാണ്. അനിക്കാണ് യാതൊരു താല്പര്യവുമില്ല വിവാഹത്തിന്. ആ വിവാഹത്തെ പങ്കെടുക്കാനായിട്ട് നന്ദുവും അവിടെ എത്തിയിട്ടുണ്ട്. നന്ദുവിനാണെങ്കിൽ മനസ്സിൽ ഭയങ്കര വിഷമാണ് അനിയെ ഫേസ് ചെയ്യാനും അനിയെ നഷ്ടപ്പെടുന്ന ഓർക്കുമ്പോഴും ഒക്കെ വിഷമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അനിയും നന്ദുവും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ കനക കാണുവാണ്. അപ്പം നന്ദുവിനോട് അനി പറയുന്നുണ്ട്, നന്ദു നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, ഞാൻ അനാമികയുമായിട്ടുള്ള ഈ വിവാഹത്തിൽ നിന്ന് ഒഴിയാം, നീ എൻ്റെ ഭാര്യയാവണം എന്നൊക്കെ പറഞ്ഞ് നന്ദുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദു വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് കനകദുർഗ വരികയാണ്. കനകദുർഗ എടി നന്ദു എന്ന് വിളിച്ചിട്ട് വരികയാണ്. എന്താ ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കുന്നത്? നിങ്ങൾ അങ്ങോട്ട് വരൂ, ഇവിടെ ഇങ്ങനെ നിന്നാൽ ഇത് ശരിയാവത്തില്ല, എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. അതേ അച്ഛന് വയ്യ, അങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ഈ കനകദുർഗയുടെ ഈ ഭാവങ്ങളൊക്കെ കാണുമ്പം അത് നമ്മുടെ ജലജ അവിടെ നിന്ന് കാണുക. അപ്പോൾ ജലജയ്ക്ക് തോന്നുകയാണ്, ഇതെന്താ ഇവിടെ ഒരു ഉരുണ്ടുകളി, കനകദുർഗ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നൊക്കെ ജലജയ്ക്ക് തോന്നുന്നു. അപ്പോൾ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ. നന്ദുവിൻ്റെ മുഖത്തെ ഭാവവും അനിയുടെ മുഖത്തെ ഭാവവും എല്ലാം കൂടെ കാണുമ്പം ജലജ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കനകദുർഗ നന്ദുവിനെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോവുകയാണ്. അപ്പം നവ്യയും നയനയും അവിടെയുണ്ട്. അവരവിടെ ഇരുന്ന് പൂവൊക്കെ കെട്ടുകയാണ് ചെയ്യുന്നത്. മുല്ലപ്പൂ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വന്ന് മുറിയിൽ വന്ന് നിന്നിട്ട് നന്ദു ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴേക്കും കനകദുർഗ പറയുകയാണ്, നീ എന്തിനാ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോഴേക്കും നയന ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ അവളെ വഴക്ക് പറയുന്നേ, അവിടെ മുഖം വല്ലാതിരിക്കുന്ന കണ്ടില്ലേന്ന് ചോദിക്കുമ്പം അത് ഞാൻ വഴക്ക് പറഞ്ഞ എന്തിനാണോ, അതൊന്നുമില്ല, അത് ഇവള് ഈ കല്യാണമൊക്കെ അല്ലേ, ഇപ്പോഴും ഈ വേഷത്തിലൊക്കെ നടക്കാതെ ഈ പാൻറ്റും ഷർട്ടും ഒക്കെ മാറിയിട്ട് ഒരു സാരിയൊക്കെ ഉടുത്ത് ഭംഗിയായിട്ടൊന്ന് ഒരുങ്ങി ഒക്കെ വന്നുകൂടെ എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു എന്ന് പറയാം. അപ്പോഴേക്കും നവ്യ പറയാണ്, പിന്നെ ഇനിയിപ്പോൾ ഇവള് സാരി ഉടുത്തില്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയോ, ഈ ഡ്രസ്സ് ഇട്ടാൽ എന്താ കുഴപ്പം, അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നയനയും പറയുന്നുണ്ട്, അതെ അതിനൊക്കെ എന്തിനാ അമ്മയെ വഴക്ക് പറയുന്നത്, അവൾക്ക് ഇഷ്ടമുള്ള പോലുള്ള വേഷം അവൾ ധരിക്കട്ടെ എന്നൊക്കെ പറയാം. പക്ഷേ ഇതെന്താണ് സംഭവം എന്നറിയാൻ അവിടെ ജലജ വന്ന് ഒളിച്ച് നിന്ന് നോക്കി ഇതൊക്കെ കേൾക്കുന്നുമുണ്ട്. ആ സമയത്ത് ജലജയുടെ ഫോൺ അടിക്കുകയാണ് ചെയ്യുന്നത്. ഫോൺ അടിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇവർക്ക് നവ്യയ്ക്കും നയനയ്ക്കും ഒക്കെ മനസ്സിലാകുകയാണ് ജലജ ഒളിച്ച് നിന്ന് ഇതൊക്കെ കേൾക്കുകയായിരുന്നെന്ന്. അപ്പോൾ ജലജയാണെങ്കിൽ അവരുടെ എല്ലാം മുമ്പിൽ അങ്ങ് ചമ്മി പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കല്യാണം നടക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയാണ് കേട്ടോ. അപ്പോൾ അനിക്ക് ഒട്ടും താല്പര്യമില്ല അനാമികയെ വിവാഹം കഴിക്കാൻ. അനി വളരെ മൂഡ് ഓഫാണ്. ആ സമയം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി വിവാഹത്തിനായിട്ട് ഒരുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോൾ അവരുടെ വിവാഹം നടന്ന് ഇനിയിപ്പോൾ സന്തോഷമായില്ലേ, ഇനി വേറൊരു ടാസ്ക് ഞാൻ തരാം, ഇവിടെയുള്ളവരെല്ലാവരും ഭാര്യ ഭർത്താക്കന്മാരെല്ലാവർക്കും ചെയ്യാം, ആർക്ക് വേണേലും പങ്കെടുക്കാം ഇതിൽ. ഈ പാത്രത്തിൽ ഈ മണ്ഡപത്തിൽ ഇരിക്കുന്ന മഞ്ഞൾ ഇങ്ങനെ ചാലിച്ച് വെച്ചിട്ടുണ്ട്. ആ മഞ്ഞൾ എടുത്തിട്ട് കൈ കൊണ്ട് തൊടാതെ അത് നിങ്ങളുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ കവിളുകളിൽ പതിപ്പിക്കണം എന്ന് പറയണേ. കയ്യിൽ മഞ്ഞൾ പറ്റാൻ പാടില്ല, കൈ കൊണ്ട് പറ്റില്ല, അല്ലാതെ എങ്ങനെയെങ്കിലും ആ മഞ്ഞൾ നിങ്ങളുടെ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ മുഖത്ത് തേക്കണം. അതിൽ വിജയിക്കുന്ന ആരാണ് അവർക്ക് ഞാനൊരു പ്രത്യേക സമ്മാനം തരുന്നുണ്ട്, ഒരു പ്രൈസ് ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു വിശേഷപ്പെട്ട സമ്മാനം തന്നെയായിരിക്കും ഞാൻ തരുന്നതെന്നൊക്കെ മുത്തശ്ശൻ അവിടെ അനൗൺസ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എങ്ങനെ കൈ പറ്റാതെ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ആദർശും നയനയും അഭിയും നവ്യയും അതുപോലെ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അഭി വിചാരിക്കുകയാണ്, ഞാനൊരു പണി കൊടുക്കുക, നവ്യയുടെ മുഖത്ത് തന്നെ ചെയ്യുക, ഇത് വലിയ പാടൊന്നുമില്ല, മുത്തച്ഛൻ്റെ ഗിഫ്റ്റല്ലേ, നല്ല ഗിഫ്റ്റായിരിക്കും എന്ന് പറഞ്ഞിട്ട് അഭി പോയിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് പോയിട്ട് അങ്ങോട്ട് ചെന്ന് ആ മഞ്ഞൾ ഒരു 2 വെറ്റിലെടുത്ത് ആ വെറ്റിലയിൽ പറ്റിച്ച് കൊണ്ടുവന്നിട്ട് നവ്യയുടെ മുഖത്തേക്ക് വെക്കാനായിട്ട് വരികയാണ്. അപ്പോൾ നവ്യ ഇങ്ങനെ ഫോണിൽ നോക്കി നിൽക്കുക. ആ സമയമാണ് അഭി വരുന്നത്. അഭി വന്ന ഉടനെ തന്നെ അത് നവ്യ അവിടുന്ന് അങ്ങ് മാറുകയും ആ മഞ്ഞൾ നേരെ നമ്മുടെ ജലജയുടെ മുഖത്താണ് പതിക്കുന്നത്. ജലജ ദേഷ്യപ്പെടുകയാണ്, നീ എന്താടാ ഈ കാണിച്ചത്, തോന്നിയാസം കാണിക്കുന്നോ, നിൻ്റെ ഭാര്യയുടെ മുഖത്ത് തേക്കേണ്ടതിന് പകരം അവൻ കൊണ്ടുവന്ന് മഞ്ഞൾ എൻ്റെ മുഖത്ത് തേച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അത് കഴിയുമ്പോഴേക്കും നയനെ ആലോചിക്കുകയാണ്, ഞാൻ ചെയ്താലോ ഇത് എന്ന് വിചാരിച്ചിട്ട് നയന പോവാണ്. നയന അവിടെ ചെന്ന് മഞ്ഞൾ കൈകൊണ്ടെടുക്കുക. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, ഈ മഞ്ഞൾ കൈകൊണ്ടെടുക്കരുത്, നിനക്ക് ഇത്ര ബോധമില്ലേ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ കൈകൊണ്ടെടുക്കരുതെന്ന്.
പിന്നെ നീ ഇതെന്താ ഈ കാണിക്കുന്നത് എന്ന് ജലജ ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ നയന ഒന്നും മിണ്ടുന്നില്ല. നയന കൈകൊണ്ട് ആ മഞ്ഞൾ എടുത്ത് നയനയുടെ മുഖത്ത്, നയനയുടെ കവിളിൽ രണ്ട് ഭാഗത്തും ഇങ്ങനെ തേക്കാണ് കേട്ടോ. ഇത് ആദർശ് കാണുന്നില്ല, മറ്റുള്ളവരൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ധാരണയാകും നയനയുടെ കവിള് ആദർശിൻ്റെ കവിളിൽ കൊണ്ട് മുട്ടിച്ച് അത് അങ്ങനെ പതിപ്പിക്കാനാണ്, കൈകൊണ്ട് മഞ്ഞൾ പതിപ്പിക്കാനല്ല എന്നെല്ലാവർക്കും മനസ്സിലാവും. അങ്ങനെ എല്ലാവരും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നോക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മുടെ ജലജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ദേവയാനിക്കും ഇഷ്ടപ്പെടുന്നില്ല. അനാമികയാണെങ്കിലും കുശുമ്പോട് കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആദർശ് ഇതൊന്നും അറിയുന്നില്ല. ആദർശ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലുകയാണ് നയന. എന്നിട്ട് ചെല്ലുമ്പോഴേക്കും ആദർശ് ചോദിക്കുക, ഇതെന്താ നിൻ്റെ കവിളിലൊക്കെ ഈ മഞ്ഞൾ തേച്ച് വെച്ചിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ്, അതിപ്പം ഞാൻ കണ്ടോളാം, ഇതൊരു മത്സരമാണെന്ന് പറയാണ്. ഇതൊരു മത്സരമോ എന്ന് ആദർശ് ചോദിക്കുകയാണ്. കണ്ടോണം എന്ന് പറയാം. അപ്പോഴേക്കും നയന ആ മുഖം നയനയുടെ കവിളുകൾ ആദർശിൻ്റെ കവിളുകളിലേക്ക് രണ്ട് കവിളുകളും ഇങ്ങനെ മാറി മാറി പതിപ്പിക്കുകയാണ്. അപ്പോൾ ഈ നയനയുടെ കവിളിലെ മഞ്ഞൾ ആദർശിൻ്റെ കവിളിൽ ഇങ്ങനെ പറ്റുകയാണ്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ മുത്തശ്ശിക്കും മറ്റുള്ളവർക്കും കനകദുർഗയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. എല്ലാവരും അപ്പോൾ പൂവൊക്കെ ഇങ്ങനെ എറിഞ്ഞ് എല്ലാവരും സന്തോഷിക്കുക, എല്ലാവരും കൈയടിക്കുകയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ നയന അവിടെ അത് ചെയ്യുന്ന കാണുമ്പോൾ നമ്മുടെ ദേവയാനിക്കും ഇഷ്ടപ്പെടുന്നില്ല. ജലജയാണെങ്കിൽ കുശുമ്പ് കൊണ്ട് വയ്യാത്തൊരവസ്ഥയിലോ നാശം, ഇവളിനി ഇതും കൂടെ കാണിക്കേണ്ട കുറവേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ്. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മുത്തച്ഛൻ്റെ ഗിഫ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡിൽ അറിയാൻ പറ്റും കേട്ടോ. നമുക്ക് വരുന്ന വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്